നമസ്കാരം. മുൻപേ നടന്നവർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല പദ്ധതികളും തുടക്കക്കാർ എന്ന് പറയുന്ന ആളുകളിലേക്ക് പലപ്പോഴും സമൂഹത്തിൻ്റെ കണ്ണുകൾ എത്താറില്ല. അതിനുശേഷം ആ മേഖലയിൽ ഒട്ടനവധി പിൻതലമുറക്കാർ വരുന്നുണ്ട്. ഇവിടെ മുൻപേ നടന്നവരുടെ കൂട്ടത്തിൽ ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. MD രാമചന്ദ്രൻ നായർ. ഒരുപക്ഷെ എല്ലാവർക്കും കേബിൾ TV അതുപോലെ തന്നെ ISP മേഖലയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ MSO മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാവുന്നൊരു പേരാണ് MD രാമചന്ദ്രൻ നായർ. പ്രത്യേകിച്ച് കൊച്ചിക്കാരെ സംബന്ധിച്ചിട്ട് RR ഇലക്ട്രോണിക്സ് ഉടമ MD രാമചന്ദ്രൻ നായർ. പക്ഷേ ഇന്ന് രാജ്യത്തെ IPTV ലൈസൻസിൻ്റെ കേരളത്തിലെ ആദ്യത്തെ ആളായിട്ട് മാറിയിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്. ഒരു കാലത്ത് കേബിൾ TV സംസ്കാരം നിലനിൽക്കുന്ന കാലത്ത് അതിലൂടെ പോവുകയും പിന്നീട് 5 വർഷമായി അല്ലേ, ആ കാലഘട്ടത്തിൽ തന്നെ അടുത്ത ജനറേഷൻ എന്താണ് മീഡിയ എന്ന് മനസ്സിലായിക്കൊണ്ടാണ് ദിവാൻ നെറ്റ്വർക്ക് ആരംഭിച്ചത്. ദിവാൻ സർവീസ്. ദിവാനിലൂടെയാണ് നമ്മൾ ആദ്യമായിട്ടൊരു ഓൺലൈൻ ടെലിവിഷൻ ശൃംഖലയെക്കുറിച്ച് കാണുന്നത്. കേബിൾ TV അല്ലാതെ ഇൻ്റർനെറ്റിലൂടെ കാണുന്ന സെറ്റ് ബോക്സിലൂടെ ദിവാൻ അല്ലേ പ്രൊവൈഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ ഒരു T3 കമ്പനി അല്ലേ, ടയർ 3 കമ്പനി, അതെ, ആ ഒരു കമ്പനി എന്നുള്ളത് കേരളം മാത്രമല്ല, എനിക്കൊന്ന് ഓൾ ഓവർ ഇന്ത്യ ലൈസൻസാണ്, ഓൾ ഇന്ത്യ ലൈസൻസാണ്. അപ്പം കസ്റ്റമർ തമിഴ്നാട്ടിലും കസ്റ്റമറുണ്ട്. അപ്പോൾ ഒരു മലയാളി ഈ ഒരു മേഖല കൈവച്ചിരുന്നത് മുഴുവനും നോർത്ത് ഇന്ത്യൻ ലോബിയാണെന്ന് തന്നെ പറയാം. ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഐഡിയ അതുപോലെ തന്നെ ജിയോ പോലെയുള്ള വലിയ വലിയ ഭീമന്മാർ നിൽക്കുന്നിടത്താണ് ഈ ഇൻ്റർനെറ്റ് കടലിലേക്ക് രാമചന്ദ്രൻ സാർ കടന്നു വരുന്നത്. എങ്ങനെയായിരുന്നു ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ബൈക്കിലേക്ക് ഞാനൊന്ന് ഓടിച്ചു പോവാണ്. തുടക്കം എവിടെ നിന്നായിരുന്നു? നമ്മൾ 93-ൽ കേബിൾ TV തുടങ്ങിയാണ് ഈ ഫീൽഡിൽ തന്നെ. അതെ. അപ്പോൾ അന്ന് മുതൽ തന്നെ നെറ്റ്വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സാണ് ചെയ്തു പോയത്. ഓക്കെ. അപ്പോൾ നെറ്റ്വർക്ക് ബേസിൽ നമ്മൾ ഇതിൻ്റെ ഓരോരോ സ്റ്റേജിൽ ഓരോ ഡെവലപ്മെൻറ്റ് കണ്ടു വരികയാണ്. ഇനിയിപ്പോൾ കേബിൾ TVയിൽ നിന്ന് എല്ലാവരും കേബിൾ TV ഓപ്പറേറ്ററിൽ നിന്ന് നെറ്റ്വർക്ക് ഓപ്പറേറ്ററായിട്ട് മാറിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷനിൽ കേബിൾ TV മാറി അടുത്തൊരു സ്റ്റേജിലേക്ക് പോവാണ്. അപ്പം ഇത്രയും കാലം ഇപ്പോൾ എല്ലാവരും HD 1080p TV HD TV അല്ല മാറ്റം. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 2 കൊല്ലമായിട്ട് എല്ലാവരും 4K വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. 4K TV മാറുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സിഗ്നലും 4K വേണം. സിഗ്നല് 4K കേബിൾ TV ഇല്ല. കേബിൾ TV ടെക്നോളജിയിൽ 1080p വരെയാണ്, 720 വരെ RF കിട്ടുന്നത്. HD ബോക്സിൽ മേലെ ബോക്സ് സെറ്റ് ബോക്സ് കേബിൾ TV ഇല്ല. അപ്പോൾ അതിൻ്റെ അടുത്ത ഹയസ്റ്റ് ടെക്നോളജിയാണ് IPTV. IPTVയെ സംബന്ധിച്ചിടത്തോളം ഈ HD എന്നുള്ള അങ്ങനെയുള്ള ബാരിയർ ഇല്ല. 4K ആണെങ്കിൽ 4K കൊടുക്കാം, 8K വരികയാണെങ്കിൽ 8K കൊടുക്കാം, എന്തും കൊടുക്കാവുന്ന ഡാറ്റ ട്രാൻസ്മിഷൻ ഡാറ്റ ആയിട്ടാണ് പോകുന്നത്. കേബിൾ TVയിൽ അത് RF ആയിട്ടാണ്. രണ്ട് ഡിഫറെൻറ്റ് ടെക്നോളജിയാണ്. അപ്പോൾ ഈ വളരെ അതിവേഗത്തിലുള്ള ഇൻ്റർനെറ്റ് സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഡിജിറ്റൽ രംഗത്തേക്ക് ഇപ്പോൾ എക്സ്ട്രാ നെറ്റ് ഡിജിറ്റൽ സർവീസാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാണ് IPTV സെറ്റ് ബോക്സ് അടക്കമുള്ള സംവിധാനങ്ങൾ. അതിനോടൊപ്പം തന്നെ ISP എന്നുള്ള നിലയിൽ കേരളത്തിലെ എല്ലാ ലോക്കൽ സ്റ്റേഷനിലുള്ള കേബിൾ ഓപ്പറേറ്റർമാർക്ക് എപ്പോഴും വലിയ പ്രതിസന്ധിയായിരുന്നു. അവർക്ക് നിരന്തരം ഉണ്ടാകുന്ന തടസ്സങ്ങൾ, ഇൻ്റർനെറ്റിലുണ്ടാകുന്ന ബ്രേക്ക്, കസ്റ്റമറിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഏത് വലിയ കോർപ്പറേറ്റ് കമ്പനി അവർക്ക് ISP എന്നുള്ള നിലയിലേക്ക് ഡാറ്റ കൊടുത്താലും പലപ്പോഴും കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ ഓൺലൈൻ വഴി അത് രജിസ്റ്റർ ചെയ്യണം, 2 ദിവസം കഴിഞ്ഞായിരിക്കും അതിന് റെമഡി കിട്ടുക. അപ്പോൾ എപ്പോഴും വീണ്ടും അവിടെയാണ് ഈ കേബിൾ TV ഓപ്പറേറ്ററിൻ്റെ സാധ്യത വീണ്ടും വരുന്നത്. അയാൾ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് സമൂഹത്തിൻ്റെ, ഇല്ലേ? അപ്പം അദ്ദേഹത്തിനെ നേരിട്ടോ അതല്ലെങ്കിൽ അദ്ദേഹം ഉൾപ്പെടുന്ന ആ ഗ്രൂപ്പിലേക്കോ ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ സംവിധാനത്തിൽ, ഇല്ലേ? അപ്പം ഈ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് ഇപ്പം നമ്മൾ കാണുന്ന കേബിൾ TV ഒരു 8ഓളം ISPയിൽ നിന്നാണ് നെറ്റ്വർക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു കേബിൾ TV ഓപ്പറേറ്ററിന് എക്സ്ട്രാ ഡിജിറ്റലിലൂടെ കിട്ടുന്ന എന്തൊക്കെ ബെനിഫിറ്റാണുള്ളത്? നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അവരുടെ ഇപ്പോൾ കേരളത്തിൽ തമിഴ്നാട് തന്നെ ആണെങ്കിൽ തന്നെ തമിഴ്നാട്ടിലെ ഈ ഓപ്പറേറ്റർ തൊട്ടടുത്ത ടെലികോം ടവറിൽ നമ്മൾ ബൾക്ക് ബാൻഡ് കൊടുത്ത് ഡ്രോപ്പ് ചെയ്തു. അവിടുന്ന് അവരുടെ ഫൈബർ നെറ്റ്വർക്കിലേക്കാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട്. അപ്പോൾ അവർ കേബിൾ TV സപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം ഇന്റർനെറ്റ് സപ്പോർട്ട് ഒപ്പം തന്നെ കൊടുത്തു പോകുന്നത്. ഇത് രണ്ട് ലൈനായിട്ടല്ല പോകുന്നത്, സിംഗിൾ ലൈൻ, ഒറ്റ സിംഗിൾ ലൈൻ. ഇപ്പം ടെലികോമോട് കൊടുക്കുന്നത്, ഇപ്പം ടെലിഫോണും ഉണ്ട്, ടെലിഫോണും ഈ ഒറ്റ ലൈനിൽ കൂടെ തന്നെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇപ്പോൾ കേബിൾ ടി വിയുടെ കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ നെറ്റിൻ്റെ കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ടെലിഫോണിൻ്റെ കംപ്ലൈൻറ്റോ നോക്കുമ്പോൾ തന്നെ മറ്റുള്ള കംപ്ലൈൻറ്റ് ഒപ്പം തീർന്നു പോകും. അതുകൊണ്ട് കംപ്ലൈൻറ്റ് റേറ്റ് വളരെ കുറവാണ്. ഇപ്പോൾ നമ്മളൊരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വില്ല പ്രോജക്റ്റിലാണെങ്കിൽ നമുക്ക് ഇപ്പോൾ സാമൂഹ്യ ജീവിതത്തിൽ ഇൻ്റർനെറ്റ് വേണം, അതുപോലെ തന്നെ കേബിൾ ടി വി സപ്പോർട്ട് വേണം, ഒപ്പം നമുക്കൊരു ടെലിഫോൺ കണക്ടിവിറ്റി വേണം. ഈ 3 കാര്യത്തിന് 3 കേബിൾ വലിച്ച് അലങ്കോലമായി കിടക്കുന്ന ഒരു സംവിധാനം നമുക്ക് സമൂഹം മുഴുവൻ കാണാം. അപ്പോൾ ഇവിടെയാണ് എക്സ്ട്രാ ഡിജിറ്റൽ അല്ലെങ്കിൽ എക്സ്ട്രാ നെറ്റ് കൊണ്ടുവരുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യ. സിംഗിൾ ഫൈബറിലൂടെ, ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ വീട്ടിലേക്ക് ഈ 3 സർവീസ് എത്തുകയാണ്. 3 സർവീസ് കൂടാതെ ഇപ്പോൾ ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 40 ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ 40 ഫ്ലാറ്റിൽ വീഡിയോ ഡോർഫോൺ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഈ ഫൈബറിൽ കൂടെ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പം ഇപ്പോൾ ഫ്ലാറ്റിനെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ടെലിഫോണിൻ്റെ കംപ്ലൈൻറ്റ് വരാണെങ്കിൽ ടെലികോമിൻ്റെ ആൾക്കാരെ വിളിക്കണം, കേബിളിൻ്റെ കംപ്ലൈൻറ്റ് ആണെങ്കിൽ കേബിളിൻ്റെ ആൾക്കാരെ, ഇൻ്റർനെറ്റിൻ്റെ ആണെങ്കിൽ അതിനെ വിളിക്കണം. ഇതൊന്നുമില്ലാതെ ഒറ്റ ഏജൻസി കൊണ്ടോ അല്ലെങ്കിൽ ഒറ്റ ഫൈബറിൽ കൂടെ തന്നെ നമുക്ക് ഈ 3 സിഗ്നലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഏറ്റവും ന്യൂ ടെക്നോളജി, ഏറ്റവും ന്യൂ അച്ചീവ്മെൻറ്റ്. തീർച്ചയായിട്ടും. അതുപോലെ നമ്മുടെ ഇപ്പം പലപ്പോഴും നിങ്ങൾക്കറിയാം HD സെറ്റപ്പ് ബോക്സ് ആണ് നമുക്ക് ഏറ്റവും വില കൂടി ഇന്ന് വരെ കിട്ടിക്കൊണ്ടിരുന്നത് കേബിൾ ടി വിയിൽ. ഇപ്പോൾ 4K നമ്മളുടെ സെറ്റപ്പ് ബോക്സ് അല്ലേ, 4K പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ പിക്ചർ ക്ലിയർ, അതായത് സൂപ്പർ ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏക കേബിൾ ടി വി നെറ്റ്വർക്ക് നമ്മുടെ തന്നെയാണെന്ന് പറയാം ഇപ്പം നിലവിൽ. എക്സ്ട്രാ ഡിജിറ്റലിന്റെ IPTV 4K സെറ്റപ്പ് ബോക്സ് ആവശ്യമില്ല. ഇപ്പൊ ഈ ആൻഡ്രോയിഡ് ടി വി മേടിച്ചവർക്കൊക്കെ സെറ്റപ്പ് ബോക്സ് ഒഴിവാക്കാം. അതെ, സെറ്റപ്പ് ബോക്സ് ഒഴിവാക്കാം. അതിന്റെ റിമോട്ട് വേണ്ട, ആ ഒന്നുമില്ല. TV ഓൺ ചെയ്യുക, അതിൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ആ ആപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ചാനലിലേക്കും പോകാം. വെരി ഗുഡ്. എത്ര ചാനൽ കൊടുക്കുന്നുണ്ട് ബൾക്കായിട്ട്? 400. ഇപ്പം 400+ ചാനലുകൾ. നേരത്തെ 50ഉം 100ഉം എന്നൊക്കെയുള്ള ലിമിറ്റേഷൻ നിന്ന് ഇപ്പം 400-ലധികം ലോക ചാനലുകൾ, 50-ലധികം കേരള ചാനലുകൾ അല്ലേ, മലയാളം മറ്റ് ലാംഗ്വേജുകൾ എല്ലാം കൂടെ ചെറിയൊരു ബൊക്കയായിട്ട് കൊടുക്കുമ്പം ഇപ്പം ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തു 1300 രൂപ വിലയുള്ള സെറ്റപ്പ് ബോക്സ് കേബിൾ TV MSOകൾക്ക് നമ്മൾ കൊടുക്കുന്നത് 299 രൂപയ്ക്കാണെന്നുള്ളൊരു ഓഫർ വന്നിട്ടുണ്ട്. ഓണം സ്കീമിൻ്റെ അതാണ് 299 രൂപ HD ബോക്സ് കേബിൾ ടിവിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മളിപ്പോൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത്. നമ്മളുടെ നെറ്റ്വർക്കിലൂടെ തന്നെ IPTV പോകണമെന്നുള്ളൊരു ഇതും ഗവൺമെൻറ് വെച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഒരു നോംസ് ആണ് ഇപ്പോൾ. അങ്ങനെയുണ്ട്. IPTV പബ്ലിക് ഇന്റർനെറ്റ് കൊടുക്കാൻ പാടില്ല. അതെ, നമ്മുടെ പ്രൈവറ്റ് നെറ്റ്വർക്ക് വഴി കൊടുക്കാം. ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇത്. ഈ ഒരു നിയമം ഇന്ത്യയിൽ മാത്രമുള്ള മറ്റു രാജ്യങ്ങൾ ഇത് തന്നെയാണോ അനുവർത്തിക്കുന്നത്? അതായത് ഇപ്പൊ ഈ പേ ചാനലുകളെല്ലാം ഉണ്ട്. ഈ പേ ചാനലൊന്നും ഇന്റർനെറ്റിൽ കിട്ടില്ല. അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് ആണ് ഈ ഒരു പറഞ്ഞാല് ഇൻട്രാനെറ്റ് ആണ്. കേബിൾ TV ഇന്റർനെറ്റ് അല്ല, ഇൻട്രാനെറ്റിലാണ് വർക്ക് ചെയ്യേണ്ടത്. ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിന്റെ അകത്താണ്. പക്ഷെ അന്നേരം നമുക്ക് ബാൻഡ്വിഡ്ത്ത് പോകത്തില്ലേ, ഡേറ്റ പോകത്തില്ലേ ഇത് കാണുന്നതിന്? ഇല്ല, നമ്മുടെ പ്രൈവറ്റ് നെറ്റ്വർക്ക്. പ്രൈവറ്റ് നെറ്റ്വർക്കിനുള്ളിൽ ഇങ്ങനൊരു സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. നിങ്ങളൊരു ബാൻഡ്വിഡ്ത്ത് എടുക്കുന്നു, നിങ്ങൾക്കൊരു 1000 GB ഒരു മാസത്തേക്ക് നിങ്ങൾ വാങ്ങുന്നു, അതിനൊരു 500 രൂപ അല്ലെങ്കിൽ 600 രൂപ കൊടുക്കുന്ന സമയത്ത് TV കണ്ടാൽ ബാൻഡ്വിഡ്ത്ത് കുറഞ്ഞു, വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. ഈ IPTV എത്ര കണ്ടാലും അത് നിങ്ങൾ എടുക്കുന്ന 1 TB ഡാറ്റ ബാധിക്കില്ല. അത് വേറെ ആയിരിക്കും, IPTV വേറെ. അതാണ്. അപ്പം ഈ രംഗത്ത് ഒരു പുതിയ നവീനമായ സാങ്കേതികവിദ്യ കൊണ്ടുവരികയാണ്. 10 വർഷം മുമ്പ് തുടങ്ങിയ ഒരു സംരംഭമായിരുന്നു ദിവാൻ നെറ്റ്വർക്ക്. ദിവാനാണ് കൺവേർട്ട് ചെയ്ത് എക്സ്ട്രാ ഡിജിറ്റൽ അല്ലെങ്കിൽ എക്സ്ട്രാ നെറ്റ് സപ്പോർട്ട് എന്നൊക്കെയുള്ള പുതിയ കമ്പനികളിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പം ഈ കമ്പനിയിൽ ആരൊക്കെയാണുള്ളത്? നമുക്ക് ഇപ്പം നമ്മൾ നേരത്തെ 2 കമ്പനി, ഒന്ന് കെർണൽ ഫൈബർ നെറ്റ് എന്ന് പറഞ്ഞൊരു ISP ഉണ്ടായി, ദിവാൻ സപ്പോർട്ട്സ് എന്ന് പറഞ്ഞൊരു ISP. ഈ 2 ISP മെർജ് ചെയ്തിട്ടാണ് പുതിയ എക്സ്ട്രാ നെറ്റ് എന്നുള്ളത്. ഇപ്പം നിലവിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് നമ്മളിപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി തുടരെ ഇന്ത്യ ഒട്ടാകെ നമ്മൾ മറ്റ് സ്റ്റേറ്റിലേക്ക് IPTV. ഇപ്പം ഏതെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന MSO സെക്ഷനിലുള്ള ഒരാൾക്ക്, ഒരു കേബിൾ TV ഓപ്പറേറ്റർക്ക് എക്സ്ട്രാ ഡിജിറ്റലിൻ്റെ സിഗ്നൽ വേണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? അവർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തൊട്ടടുത്ത ടവറിൽ, ടെലികോം ടവറിൽ നമ്മൾ ബാൻഡ് എടുത്ത് കൊടുക്കും. അതിൽ തന്നെ IPTV ഉണ്ടാവും, ടെലിഫോണും ഉണ്ടാവും, ഇൻ്റർനെറ്റും ഉണ്ടാവും. 3 സർവീസ് ഒരുമിച്ചാണ്. മറ്റ് ISP കോർപ്പറേറ്റ് കമ്പനികളുടെയൊക്കെ ISP നൽകുന്നതിനേക്കാളും എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുക്കുന്നുണ്ടാവും. അതെ, ബ്രോഡ്ബാൻഡിൽ ഞങ്ങൾ 1:1 ബ്രോഡ്ബാൻഡ് കൊടുക്കും. യെസ്, അത് പറയാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹൈലി എഫിഷ്യൻ്റ് ആയിരിക്കേണ്ട ഒരു സാധനമാണ്, എസെൻഷ്യലുമാണ്. ഇപ്പം നമ്മുടെ ബ്രോഡ്ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ് ലൈനിന് തുല്യമാണ്. അതുപോലെ തന്നെ 1:1, അതായത് അപ്ലോഡും ഡൗൺലോഡും ഒരേ സ്പീഡിൽ തന്നെയാണ് ഞങ്ങൾ ബ്രോഡ്ബാൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. തീർച്ചയായിട്ടും. മലനാട് TVയെ സംബന്ധിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ട് എക്സ്ട്രാ ദിവാൻ്റെ നെറ്റ്വർക്കിലായാലും എക്സ്ട്രാ ഡിജിറ്റലിലൊക്കെ ആയാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. ശരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ ജീവകാരുണ്യ വാർത്താ ചാനൽ എന്നുള്ള ജോണറിലാണ് മലനാട് TV ഇരിക്കുന്നത്. ഒരു സാമൂഹ്യ നവോത്ഥാനത്തിന് വേണ്ടി മാത്രം ഒരു മാധ്യമം നിലകൊള്ളുന്നു. ജീവകാരുണ്യം, പ്രകൃതി സംരക്ഷണം, മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയുള്ള വാർത്തകളിലൂടെ മാത്രം പോകുന്നു. കക്ഷി രാഷ്ട്രീയങ്ങൾ ഏതുമില്ലാതെ നോൺ ബയാസ്ഡ് ആയിട്ട് ന്യൂട്രൽ പൊളിറ്റിക്സിൽ നിൽക്കുന്ന മലനാട് TVയെ കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇത്രയും കാലത്തെ കാഴ്ചപ്പാടിൽ നിന്നുണ്ട്.
പണ്ട് പോലെ നമ്മൾ അറിയുന്ന ആളുകളാണ്. ഒരുപാട് പ്രതിസന്ധി തരണം ചെയ്താണ് ഈ നെറ്റ്വർക്കിലേക്ക് എത്തിയിരിക്കുന്നത്. നല്ലൊരു രീതിയിൽ പോകുന്ന ഒരു ചാനലാണ്. എൻ്റെ എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും എന്തായാലും എക്സ്ട്രാ ഡിജിറ്റലിനും എക്സ്ട്രാ നെറ്റിനും മലനാടിയുടെ എല്ലാവിധമായ ആശംസകളും. ലോകത്തുള്ള എല്ലാ മലനാട് പ്രേക്ഷകർക്കും എൻ്റെ ഓണാശംസകൾ.